ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ബീഫ് തേങ്ങാപ്പാൽ കറിയും പത്തിരിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് തേങ്ങാപ്പാൽ കറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി തൊലിച്ചത് ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അമ്മിയിൽ അരച്ചതാണ്. മിക്സിയിൽ അരച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അമ്മിയിൽ അരച്ചതാണ്. പിന്നെ കുരുമുളകും വലിയ ജീരകവും അരച്ചതാണ്, അതും ഇതേമാതിരി അമ്മിയിൽ അരച്ചതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇങ്ങനത്തെ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പും മറ്റേ കറിവേപ്പിലയാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാം പാൽ നമ്മൾ മാറ്റി വെക്കുകയാണ്, രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഈ ബീഫിലേക്ക് ഈ മസാലകളെല്ലാം അങ്ങനെ പിടിക്കണമായിരിക്കും. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തും ഒന്നാം പാലും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് താളിക്കുമ്പോൾ ഇടാനുള്ളതാണ്. താളിക്കുമ്പോൾ ഇടണം. ഇത് നമ്മൾ ഈ ബീഫ് ഇപ്പോൾ മസാലകളൊക്കെ കൂട്ടി വെച്ച ബീഫ് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു 8-9 വിസിലടിച്ച് വെച്ചാൽ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വരും. ഈ മസാലകളൊക്കെ അതിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ബീഫ് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഉമ്മാൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ്. നമ്മളപ്പോൾ അപ്പോഴേനെ ഇട്ട് വെച്ചിട്ടുള്ള ബീഫ് കുക്കറിൽ ഒരു 8 വിസിലടിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുക്കണം. ആ പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയ്ക്കാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിത് ഓയിലെടുക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം. കുറച്ച് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പൊട്ടണം. എന്നിട്ട് അതിങ്ങനെ പൊട്ടി നന്നായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. അതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ, ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. കറിവേപ്പില ഇടുന്നത് കൂടെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ടേസ്റ്റും മണമൊക്കെ നമ്മുടെ കറിവേപ്പില ഇടുന്നതിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കറിവേപ്പില ഇടുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഗോൾഡൻ കളറാവണ സമയത്ത് നമ്മുടെ ഈ തിളച്ച് വരുന്ന ഈ കറിയിലേക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കിയിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഉമ്മാൻ്റെ ഈ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഉമ്മാൻ്റെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വേറൊരു നല്ലൊരു റെസിപ്പിയും കൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും
നോട്ടിഫിക്കേഷൻ മോഡൊക്കെ ഓണാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ നമ്മുടെ കറിൻ്റെ ഒരു എഫക്റ്റ്. എല്ലാവരും ട്രൈ